റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി അട്ടിമറിച്ച് തൃക്കാക്കര നഗരസഭ. 5 വർഷത്തിനിടെ ലൈഫ് പദ്ധതിയിൽ ലഭിച്ച 380 അപേക്ഷകളിൽ ഒന്നിനു പോലും അനുമതി നൽകിയില്ല. അതേസമയം കേന്ദ്ര സർക്കാർ ഭവന നിർമ്മാണ പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ലഭിച്ച 182 അപേക്ഷകൾക്കും അനുമതി നൽകിയെന്നും വിവരാവകാശ രേഖ. ജലോപകാരപ്രദമായ രീതിയിൽ പദ്ധതിയിൽ UDF ഭരിക്കുന്ന തൃക്കാക്കര നഗരസഭ രാഷ്ട്രീയം കളിച്ചുവെന്ന് CPM ജില്ലാ സെക്രട്ടറി എ സതീഷ് റിപ്പോർട്ടിനോട് പറഞ്ഞു. പാവപ്പെട്ട ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതിയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ നടപ്പിലാക്കിയ ലൈഫ് പദ്ധതി. ഈ തൃക്കാക്കര നഗരസഭ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തനത് വരുമാനമുള്ളൊരു നഗരസഭയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 380 അപേക്ഷകളാണ് ലൈഫ് പദ്ധതി പ്രകാരം സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനുള്ള അപേക്ഷ മുനിസിപ്പാലിറ്റിക്ക് വെച്ചു. ഒരു വീടിന് പോലും ഇവർ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ട് അനുമതി കൊടുത്തിട്ടില്ല എന്നുള്ളത്. ഉള്ള പദ്ധതികൾ ചെയ്യുന്നില്ല, നിലവിൽ ഉണ്ടായിരുന്ന പദ്ധതികളൊന്നും പൂർത്തീകരിക്കും അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയോ ചെയ്യാത്തൊരു നിഷ്ക്രിയമായ ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ നമ്മുടെ നഗരസഭയിലുള്ളത്. കേരളത്തിൽ വലിയ മാതൃകാപരമായിട്ടാണ് വീട് നിർമ്മാണത്തിൻ്റെ പദ്ധതികൾ നടന്നത്. യഥാർത്ഥത്തിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റി സ്വന്തമായി ഫണ്ടുള്ള മുനിസിപ്പാലിറ്റികളിലൊന്നാണ്. ലൈഫ് പദ്ധതിക്ക് വേണ്ടി അതിൻ്റെ അപേക്ഷകരായി കൊടുത്ത ഒരാൾക്ക് പോലും അതിന് വേണ്ടുന്ന ഒരു സൗകര്യവും ചെയ്തു കൊടുത്തിട്ടില്ല. വീടില്ലാത്ത സ്ഥലമില്ലാത്തവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ നമ്മുടെ ഇവിടെ കൊച്ചിൻ കോർപ്പറേഷനിൽ മാതൃകാപരമായി ചെയ്ത പോലെ ഒരു ഫ്ലാറ്റ് സമുച്ചയ പരിപാടികൾ ഒരാലോചനയും അവർ നടത്തിയിട്ടില്ല. തൊട്ടിപ്പുറ കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഉണ്ട്, സമാനമായ സ്ഥിതിയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഇടത്താണ്. 100 കണക്കിന് ആളുകളാണ് അപേക്ഷകരായി കിടക്കുന്നത്, തിരിഞ്ഞു നോക്കിയിട്ടില്ല. അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ. അലി, 380 അപേക്ഷകളിൽ ഒന്നിനു പോലും അനുമതി നൽകിയില്ല എന്ന് പറയുമ്പോൾ പദ്ധതി പൂർണ്ണമായും അട്ടിമറിച്ചിരിക്കുകയാണല്ലോ. ഈ 5 വർഷത്തിനിടയ്ക്ക് അപ്പോൾ നിരവധി പരാതികളും വന്നു കാണുമല്ലോ അലി. ആര്യ, തീർച്ചയായും ഈ പറഞ്ഞതുപോലെ അതിഗുരുതരമായ അട്ടിമറി തന്നെയാണ് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര നഗരസഭയിൽ നടന്നിരിക്കുന്നത്. കാരണം വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത് 380 അപേക്ഷകൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ തൃക്കാക്കര നഗരസഭയിൽ ലഭിച്ചിട്ടുണ്ട്. അത് 43 വാർഡുകളിൽ നിന്നാണ് ഇത്തരത്തിൽ 380 അപേക്ഷകൾ തൃക്കാക്കര നഗരസഭയിൽ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നിനു പോലും അനുമതി നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിർമ്മാണ അനുമതി ഒരു അപേക്ഷകൾക്ക് പോലും നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് വിവരാവകാശ രേഖ. അതേസമയം മറുവശത്ത് കേന്ദ്ര സർക്കാർ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ലഭിച്ച 182 അപേക്ഷകൾ, 5 വർഷത്തിനിടെ ലഭിച്ച ഈ 182 അപേക്ഷകൾക്കും അനുമതി നൽകിയിട്ടുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരു സംസ്ഥാന സർക്കാർ പദ്ധതിയെ, ഏറ്റവും ജനോപകാരപ്രദമായ ഒരു പദ്ധതിയെ തീർത്തും രാഷ്ട്രീയം കളിച്ച് തഴഞ്ഞു എന്ന വിവരം തന്നെയാണ് വിവരാവകാശ രേഖയിൽ വ്യക്തമാകുന്നത്. CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു വെച്ചതും അതാണ്. കാരണം കൊച്ചി കോർപ്പറേഷൻ സമീപത്ത് കിടക്കുന്നതാണ്. അവിടെ കൃത്യമായി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആ ഫ്ളാറ്റ് എത്രയോ മനുഷ്യർക്ക് അവരുടെ കണ്ണീരൊപ്പുന്ന നിലയിലുള്ള ഒരു ഫ്ളാറ്റ് സമുച്ചയം കൊച്ചി കോർപ്പറേഷനിൽ പണിതുയർത്തി. സമാനമായ രീതിയിൽ മറ്റ് നഗരസഭകളിലെല്ലാം തന്നെ കൃത്യമായ ഇടപെടൽ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ കിട്ടിയ അപേക്ഷകൾക്ക് പ്രവർത്തനാനുമതി നിർമ്മാണാനുമതി നൽകാനുള്ള ഒരു സാഹചര്യം പോലും തൃക്കാക്കര നഗരസഭയിലെ UDF ഭരണസമിതി കാണിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് UDF നേതൃത്വത്തോട് നമ്മൾ ഈ വിഷയം ചോദിച്ചെങ്കിലും കൃത്യമായൊരു മറുപടി തൃക്കാക്കരയിലെ നേതൃത്വത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകാൻ സാധിച്ചിട്ടില്ല. നമുക്കറിയുന്നതുപോലെ വീടില്ലാത്ത ആളുകൾക്ക് വീട് നൽകുന്ന ഒരു പദ്ധതി, ജീവിതം വഴിമുട്ടിയ മനുഷ്യർക്ക് കിടക്കാൻ ഒരു കിടപ്പാടം നൽകുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. സ്വാഭാവികമായും UDF വലിയ രീതിയിലുള്ള പ്രചാരണം ലൈഫ് മിഷൻ പദ്ധതിക്ക് എതിരെ നടത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പറഞ്ഞതുപോലെ തൃക്കാക്കര നഗരസഭയിലെ മനുഷ്യർക്ക് കിടപ്പാടം ഉണ്ടാക്കാനുള്ള ഒരു ഉത്തരവാദിത്തം, ഒരു ധാർമ്മിക ബാധ്യത അത് ആ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അത് കൃത്യമായി നിർവഹിക്കാൻ രാഷ്ട്രീയ പകപോക്കലിലൂടെ അവർ തയ്യാറായിട്ടില്ല എന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ തന്നെയാണ് ഈ വിവരാവകാശ രേഖയിൽ നിന്നും പുറത്തു വരുന്നത്. എന്തായാലും സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി LDF ഉന്നയിച്ച ഒരു ആരോപണവും തൃക്കാക്കരയിൽ ഇത്തരത്തിലുള്ള അട്ടിമറികൾ നടന്നു എന്നതാണ്. അത് ശരിവെക്കുന്ന നിലയിലേക്കുള്ള ഒരു വിവരാവകാശ രേഖ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആര്യ, ഓക്കെ, അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്.